വാർത്താ നേരത്തിൽ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ ഉടമസ്ഥൻ നാസർ അറസ്റ്റിൽ. അറസ്റ്റ് കോഴിക്കോട് ഒളിവിൽ കഴിയുന്നതിനിടെ നാസറിനെതിരെ നരഹത്യയ്ക്ക് കേസ്. ബോട്ട് സർവീസ് നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ച്. കൊച്ചിയിൽ ടൂറിസ്റ്റ് ബോട്ടുകളിൽ മിന്നൽ പരിശോധന. രേഖകൾ സമർപ്പിക്കാൻ ഉടമകൾക്ക് ഒരു ദിവസത്തെ സമയം. താനൂർ ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം. മരണം 22ആയി. കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ലൈഫ് മിഷൻ കേസിൽ ജാമ്യം തേടിയുള്ള ശിവശങ്കറിന്റെ ഹർജിയിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. അറസ്റ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമെന്ന് ശിവശങ്കറിന്റെ വാദം. കോടതി അവധിക്കാലത്തിന് പിരിയുന്നതിന് മുൻപ് ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യം. ഈ മാസം 17-നുള്ളിൽ ഇഡി മറുപടി നൽകണമെന്നും സുപ്രീം കോടതി. IAS തലപ്പത്ത് അഴിച്ചുപണി. AI ക്യാമറ ഇടപാട് അന്വേഷിക്കുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സ്ഥാനചലനം. മുഹമ്മദ് ഹനീഷിനെ മാറ്റിയത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലേക്ക്. സുമൻ ബില്ലയ്ക്ക് പകരം ചുമതല. കർണാടകയിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ആവേശത്തിലാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് റാലിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. നാളെ നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് ബുധനാഴ്ച. വ്യോമസേനയുടെ MiG-21 വിമാനം തകർന്ന് 2 പേർ കൊല്ലപ്പെട്ടു. വിമാനം തകർന്നു വീണത് രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ. കൊല്ലപ്പെട്ടത് ഗ്രാമവാസികൾ. ഒരാൾക്ക് പരിക്ക്. പൈലറ്റുമാർ സുരക്ഷിതരെന്ന് സൈന്യം.